ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അരോമ ടേസ്റ്റ് ബഡ്സ്. എന്തൊക്കെയാണ് വിശേഷം? ഈ തവണ ഞാൻ ഒരു ചോക്ലേറ്റ് ഐറ്റമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് സ്ട്രോബെറി, പിന്നെ ഒരു ലണ്ടൻ കാഡ്ബറീസ് ഡയറി മിൽക്ക്. നട്ട്സ് ഉള്ളതല്ല, ഇത് ജസ്റ്റ് നല്ല ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് കുറച്ച് സ്ട്രോബെറി ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യുന്നതൊന്ന് കാണാം. ഇതൊരു വൈറൽ ചോക്ലേറ്റ് ഒരു ഫീലിംഗ്, നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും അവരെ ഇമ്പ്രസ് ചെയ്യാനും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സോസ് പാനിനകത്ത് കുറച്ച് വെള്ളം, കാരണം ഈ ചോക്ലേറ്റിനെ നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം, അത് ഞാൻ സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടൊന്നുമില്ല, ഇതുപോലൊരു പാത്രം ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം കാരണം ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഈ പാത്രം വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇതുപോലൊരു പാത്രം ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഇതിനകത്തോട്ട് പൊട്ടിച്ചിടാം. ഇപ്പം ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ബോയിലിംഗ് ഇഫക്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പോൾ ഇത് മെൽറ്റായി വരും. മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് ഒഴിക്കണം ഇതിൻ്റെ അകത്തോട്ട്. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് ഇഫക്റ്റിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി മെൽറ്റായി വന്നു. ഇനി കുറച്ചും കൂടെ മെൽറ്റ് ആവാനുണ്ട് ഈ ചോക്ലേറ്റ്. അപ്പോൾ അങ്ങനെ 2-3 മിനിറ്റിനുള്ളിൽ ഇത് നല്ലതുപോലെ ക്രീമി ടെക്സ്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നല്ല മെൽറ്റിംഗ് ഇഫക്റ്റിലേക്ക് വരിക. അപ്പോൾ ഇനിയും ഒന്നും ചെയ്യാനില്ല, ഇത് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ സ്ട്രോബെറി ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ഉപ്പ് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് അല്ലെങ്കിൽ വിനീഗറിനകത്തിട്ടൊന്ന് വാഷ് ചെയ്യണം. നല്ലപോലെ അതിൻ്റെ അഴുക്കും കുരുവും ഒക്കെ ഒന്ന് മാറ്റി, വിഷം ഒക്കെ അടിച്ചായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ലെയർ ചെയ്ത് ഒരു പാത്രത്തിനകത്ത് ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ ഞാനിവിടെ ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാത്രമാണ്, ചെറിയൊരു പാത്രവും, പിന്നെ അതിനകത്ത് സ്ട്രോബെറി എല്ലാം വാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. അപ്പം നന്നായിട്ട് കൂളിംഗ് ഇഫക്റ്റിൽ നമുക്ക് ഇച്ചിരി ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഒരു വൈറൽ ചോക്ലേറ്റ് ഇഫക്റ്റ് തന്നെയാണ് നമുക്കിത് കിട്ടുന്ന ഈ ഒരു ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സോസ് ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഈ സോസ് എല്ലാം സെറ്റായി, ചോക്ലേറ്റ് സോസ് സെറ്റായി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സോസ് എടുത്തിട്ട് ഈ ചോക്ലേറ്റിനെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് അത് കൂൾ ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഇതിനകത്തുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയുടെ ഒരു പുളിയും ഈ ചോക്ലേറ്റിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കൂടെ ചേരുമ്പോൾ ഈ ഒരു ലണ്ടൻ സ്ട്രോബെറി ചോക്ലേറ്റിനെ വേറൊരു ലെവലിലേക്കാണ് എത്തിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറയുന്നത് പോലും കാണുന്നത് പോലും ഒന്നും അല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഡെസേർട്ടായിട്ടോ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന, ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക ഈ ഒരു സംഭവം. ഇതൊന്ന് തണുപ്പിക്കണം, ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഈ ചോക്ലേറ്റിനോട് ഇച്ചിരി ചൂടുണ്ട്. ഒന്ന് തണുത്തിട്ടേ ഇതിൻ്റെ പുറത്ത് ഒഴിക്കാവൂ. ഇനി അത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് സെറ്റായി കഴിയുമ്പോൾ ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നമുക്കിത് കോരി കഴിക്കാവുന്ന നല്ലൊരു ഫീലിംഗാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് കഴിച്ച് നോക്കുമ്പോൾ. അപ്പം ഡു എൻജോയ് ദ വീഡിയോ, കീപ് ഷെയറിങ് ആസ് ഓൾവേസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു വൺസ് അഗൈൻ.